എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് യൂണിഫോമിന്റെ സ്കേർട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ട്ടോ. അപ്പൊ ഇതിന്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് 24 ഇഞ്ചും സീറ്റ് ബ്രെത്ത് 25 ഇഞ്ചും ആണ്. നമുക്ക് തുണി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 25 ഇഞ്ച് വണ്ണം കണ്ട അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് തുണി എടുക്കാം. ഇപ്പൊ ഇത് അധികം തുണി ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഫ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് സൈഡിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ താഴ്ഭാഗത്തേക്ക് 3 ഇഞ്ചിന്റെ വീതിക്ക് മടക്കുന്ന രീതിയിൽ വേണം തയ്ക്കാനായിട്ട്. യൂണിഫോമിന്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണത്. ഇതേപോലെ അപ്പൊ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ സ്കേർട്ടിന്റെ താഴ്ഭാഗം മടക്കി കഴിഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് ഒരു 1/2 ഇഞ്ചേ മടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നിൽക്കണം മടക്കുന്ന സമയത്ത്. കുറച്ചും കൂടി വീതി വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത് നോക്കിക്കേ. അപ്പൊ അതിന്റെ ഇത് നോക്കാം. നമ്മൾ ഇത് കണ്ട 3.75 4.5 ഇഞ്ചോളം നമ്മൾ അടിഭാഗം ലെങ്ത് ഇറക്കി എടുക്കണം. പിന്നെ മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ചിന്റെ പടിയും വരും. അത് നമുക്ക് പാവാട കൊളുത്താനുള്ള പടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഈ തുണി ഇങ്ങനെ നീളത്തിൽ കൊടുക്കുക, വട്ടത്തിൽ കൊടുക്കാട്ടാ. വട്ടത്തിൽ എന്ന് പറയുമ്പോൾ തേരുവശം കണ്ട, ആ ഭാഗത്ത് തേരുവശം കണ്ട, ആ ഭാഗമാണ് ഇങ്ങനെ വട്ടണം. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ പാവാട ഭയങ്കര ഇങ്ങനെ പൊന്ത പോലെ നിൽക്കും. നേരെ മറിച്ച് ഇതെന്ന് പറയുമ്പോൾ നീളത്തിലാണ്. അപ്പൊ ഇത് വീതിയുള്ള തുണിയാണ്. വീതിയുള്ള തുണി എന്ന് വെച്ചാൽ നോക്കിക്കേ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. വീതി കാണിച്ചു തരാവേ. ഇത് കണ്ട 27 എന്ന് പറയുമ്പോൾ 56 ഇഞ്ച് ഉണ്ട് ഈ തുണിന്റെ വീതി. കാരണം ഇത് 2 മടക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ വശം അതായത് ഇതൊരു വശം ഫ്ലീറ്റ് ഇടാം പാവാടക്ക്, ഇതും ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ എടുക്കാം നമുക്ക്. അപ്പൊ അധികം ഫ്ലീറ്റിന് രണ്ട് സൈഡിലും സ്റ്റിച്ചിങ് വന്ന രീതിയിലാണ് ഞാനിത് എടുക്കുന്നത്. എന്നാലേ പാവാട നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കി തുണിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ബാക്കി വേസ്റ്റ് ആണ്. അത് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന യൂണിഫോമിന്റെ തുണിയാണല്ലോ. ഇത് വണ്ണം കുറവായതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. വണ്ണം കൂടുതലുണ്ടെങ്കിൽ കിട്ടൂല തുണി, വളരെ കുറച്ചായിരിക്കും. അപ്പൊ നമുക്കിത് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് എന്ന് ഞാൻ പറഞ്ഞില്ലേ 24 ഇഞ്ചാണ് ലെങ്ത്. അതിന്റെ കൂടെ ഞാനൊരു 5 ഇഞ്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 29 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ ഞാനിത് ചുറ്റി എടുക്കുവാണ്. അപ്പൊ ഇതിനൊരു പോക്കറ്റ് വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ശരിക്കും പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ സൈഡിൽ നിന്ന് തുണി നമുക്ക് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പോക്കറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ മുകൾ ഭാഗത്ത് പടി പിടിപ്പിക്കാനുള്ള തുണി ഉണ്ടാവും. പിന്നെ നമ്മൾ കൊളുത്തുന്ന ഭാഗം കണ്ടില്ല, അത് കിട്ടും. അപ്പൊ നമുക്കിത് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ നമ്പർ കണ്ട, ആ നമ്പർ നമ്മൾ നീക്കിയിട്ട് വേണം ഒരു 6 ഇഞ്ച് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ തുണിന്റെ അളവ് അനുസരിച്ച് നമുക്ക് എടുക്കാം. നോക്കിക്കേ, ഈ 6 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇത് ഇതാകരുത് കേട്ടോ. അത് നമുക്ക് 2 വശവും കൂടി ജോയിൻ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ മടക്കിയ ഭാഗം കണ്ട, ഈ തുണിന്റെ ഈ മടക്കിയ ഭാഗം കണ്ട, നോക്കിക്കേ ഈ മടക്കിയ ഭാഗം അത് നമുക്ക് ഇവിടെ ഒരു തട പോലെ തോന്നുമല്ലോ. നോക്കിക്കേ ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഇത് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അവിടെ നിന്ന് തന്നെ ഒരു 6 ഇഞ്ച് നമ്മൾ വേറെ അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം എത്രയാണോ എടുത്തത് ആ 6 ഇഞ്ച് തന്നെ വേണം ഇതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നോക്കിക്കേ, എന്നിട്ട് അടുത്തത് തയ്ച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെയും ഈ 1 ഇഞ്ച് കയറി കണ്ട, 1 ഇഞ്ച് അതിന്റെ പ്ലീറ്റ്സിലേക്ക് കയറി വെച്ചിട്ട് വേണം ബാക്കിയുള്ള 6 ഇഞ്ച് അടയാളപ്പെടുത്താൻ. പിന്നെയും ഇതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. അടുത്തതും ഇതേപോലെ തന്നെ. അങ്ങനെ നമുക്ക് എല്ലാം തയ്ച്ചെടുക്കാം. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. കണ്ടോ 13 ആയിട്ടുണ്ട്. അതായത് 25 ഇഞ്ചോളം വണ്ണം ഇത്രയും വരെ വന്ന് നിൽക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ബാക്കി 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം. അപ്പൊ ഇവിടെ നിന്നും 1.5 ഇഞ്ച് എക്സ്ട്രാ വരച്ച് ബാക്കി ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം. അപ്പൊ ഈ വെട്ടിയെടുക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോ നോക്കിക്കേ, ഒരു 2.5 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ അത് തന്നെ എല്ലായിടും അങ്ങനെ വരച്ചു കൊടുക്കാം.
അപ്പൊ വെട്ടിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കാന്ന് ചോദിച്ചാൽ അത് നടക്കണ കാര്യമല്ല. അത് നമുക്ക് ഇത് വളഞ്ഞു പോകും. ഒരു വശം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, മറ്റേ വശം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വണ്ണമില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് ഇതിപ്പോ തികഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും തികയൂല ഇത്. സ്കേർട്ടിന്റെ രണ്ട് വശത്തിന്റെ പ്ലീറ്റ്സുകളിൽ കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. പക്ഷെ ഇതിന് പോക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് കണ്ട, ഈ രണ്ട് വശവും വേണം നമ്മൾ ഈ തേരിന്റെ ഇതിൽ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഭാഗം കൊണ്ടുണ്ടല്ല ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കാം. പോക്കറ്റിനുള്ള തുണി നമുക്ക് ഇതിൽ നിന്ന് തന്നെ തയ്ച്ചെടുക്കാം. നോക്കിക്കേ, ഇങ്ങനെ പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വശവും മാറിപ്പോകൂല. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് ബാലൻസ് വന്ന പീസ് ഉണ്ടായിരുന്നല്ല, അതിൽ നമുക്ക് പോക്കറ്റിന്റെ പീസ് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർലോക്ക് മെഷീൻ ഇല്ലാത്തത് കൊണ്ട് അതിനെ കവർ ചെയ്തടിച്ചിട്ട് വേണം. ഞാൻ ഇതിപ്പോ വീട്ടിൽ നിന്നാണല്ലോ തയ്ക്കുന്നത്. കവർ ചെയ്തടിച്ചിട്ട് വേണം വെച്ചോളൂ, ഇത് പിന്നിപ്പോകും. അപ്പൊ ഇതിനെ കട്ട് ചെയ്യേണ്ടത് വളരെ ചെറിയൊരു പോക്കറ്റ് മതി കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് നമ്മള് ഇതിനെ ഈ ഒരു ഷേപ്പിൽ വേണം പോക്കറ്റിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നോക്കിക്കേ, ഇങ്ങനെ കേട്ടോ. ഇതിനെ രണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പോയിന്റ് ഇട്ട ഭാഗം കണ്ട, ഇത് കണ്ട, ഇതിപ്പോ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരെണ്ണത്തിന്റെ ഇവിടെ വെച്ചും ഒരെണ്ണത്തിന്റെ ഇവിടെ വെച്ചും നമുക്ക് തയ്ച്ചു കൊടുക്കാം. നോക്കിക്കേ, ഇതിനെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം കൊണ്ട്, അതായത് ഇത് കവർ ചെയ്ത് നിൽക്കണം. ആ ഗോൾഡൻ കളർ വരാണ്ടില്ലേ, അതിനെ ചേർത്ത് വെച്ചിട്ടാണ് അടിക്കാൻ. ഈ ഭാഗമൊക്കെ ഞാൻ കടയിൽ പോയിട്ട് ഇന്റർലോക്ക് ചെയ്ത് കൊടുത്തു. ഇതിനെ മുകൾ ഭാഗത്തൊന്ന് പതിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് തന്നെ നിങ്ങൾ മറിഞ്ഞു പോവാതിരിക്കാനായിട്ടാണ്. നോക്കിക്കേ, ഇതിനെ ഈ ഭാഗവും വെച്ച്, ഇതിപ്പോ ഒരു പോക്കറ്റ് മുകൾ ഭാഗത്തേക്കാണെങ്കിൽ ഒരു പോക്കറ്റ് താഴ്ഭാഗത്ത് വെച്ചാണ് ഞാൻ തയ്ക്കുന്നത്. വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടാ, ഇതേപോലെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം. ഗോൾഡൻ കളറിന്റെ ഇപ്പുറത്തിട്ട് വേണം തയ്ക്കാൻ. ആ ഗോൾഡൻ കളർ കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തയ്ക്കാൻ പറയുന്നത്. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്തൊരു തയ്യൽ കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഒരു വശത്ത് തന്നെയായി. ഇനി ചെയ്യേണ്ടത് ഈ ഗോൾഡൻ കളർ കണ്ട, ഇത് നമ്മളെ സൈഡ് വശം ഉണ്ടാ, ലെഫ്റ്റോ റൈറ്റോ ഉണ്ടല്ല, അതില് റൈറ്റ് സൈഡ് ആണ് ഇത് പോക്കറ്റ് വരുന്ന ഭാഗം. ഈ റൈറ്റ് സൈഡിൽ ഈ ഗോൾഡൻ കളറിന്റെ ഒപ്പം തന്നെ വേണം ഇത് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പൊ പോക്കറ്റ് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കണുണ്ടാവും, ഇങ്ങനെ വന്ന് നിൽക്കും. ഒപ്പം വെച്ച് നമുക്ക് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇതിനെ കുറച്ച് ഒരു അര ഇഞ്ച് ഇറങ്ങിയിട്ട് നമ്മൾ ഇതിനെ ഈ പോക്കറ്റിന്റെ ഷേപ്പ് എന്താണോ അതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം തയ്ക്കാനായിട്ട്. ഇതേപോലെ എന്നിട്ട് ഇവിടെ എത്തുമ്പോ ഈ മൂലഭാഗം എത്തുമ്പോ കുത്തി നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം ഇതേപോലെ തയ്ച്ചെടുക്കണം. സ്ട്രോങ് ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണേ. എന്നിട്ട് പിന്നെ കുത്തി നിർത്തിയിട്ട് താഴ്ഭാഗത്തേക്ക് പോകണം.
ഇത്രയേ ഉള്ളൂ തയ്യൽ പോക്കറ്റിന്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗം പോക്കറ്റ് ലോക്ക് ആക്കണമല്ലോ. അപ്പൊ നമ്മുടെ കൈ കയറുന്ന രീതിയിൽ വിട്ടിട്ട് ബാക്കി ഇവിടെ നിന്ന് ഇത്രയും ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നാലും മാത്രമേ പോക്കറ്റ് അവിടെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ലോക്ക് ആകുള്ളൂ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു തയ്യലും കൂടി ഇവിടെ കൊടുക്കാനില്ലേ, അതും കൂടി ഒന്ന് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പോക്കറ്റിന്റെ തയ്യൽ കേട്ടോ. നോക്കിക്കേ, ഇത് വേണ്ട പോക്കറ്റ് കാണാൻ കൂടി ഇല്ല. വേണ്ട, ചെറിയ കൈയാണല്ലോ. അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്താൽ എന്നേലും ചെറിയ കൈയാണ് കേട്ടോ അത്. എന്റെ കൈന്റെ ചെറുതായി പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇടാനായിരിക്കും. അതോ കൈ കടന്നില്ലെങ്കിൽ ചെറുതായിട്ട് കൂടി ഇവിടെ നിന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇതൊക്കെ ഇരുന്ന തുണികളായിരിക്കും, ദ്രവിച്ച് തുണികളായിരിക്കും, പെട്ടെന്ന് പൊട്ടി കീറിപ്പോവും. ഇനി മുകൾ ഭാഗത്ത് നമുക്ക് പടി പിടിപ്പിച്ചു കൊടുക്കാം. പടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കുളത്ത് വന്ന ഭാഗമില്ല, അതാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഭാഗം ഇത്ര ഇവിടം വരെ ഒരു 6 ഇഞ്ചിൽ ചെറുതായിട്ട് ഒന്ന് മടക്കി തയ്ക്കണം. 2 വശത്തും തയ്ക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മടക്കി തയ്ക്കണം. എന്നിട്ട് പടി പിടിപ്പിച്ചിട്ട് വേണം നമ്മള്, പടി പിടിപ്പിക്കാനാകെ ചെറിയ പീസുള്ളൂ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് കണ്ടോ, വേറെ പീസൊന്നും ഇല്ല. ഇതിനി ബാക്കി പീസ് നമ്മൾ ഇവിടെ നിന്ന് ചേർക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇതിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഐഡിയ ഉണ്ട്, ഒരു ഇത്തിരി കുറവുണ്ട് കേട്ടോ ഈ പീസ്. നോക്കിക്കേ, ഇത്രയും കുറവുണ്ട്. അപ്പൊ നമുക്ക് അതിനുള്ള പീസ് ഇതിൽ നിന്ന് ഇതിലേക്ക് ചേർക്കണം. പാവാടയുടെ കുളത്ത് നമ്മൾ എക്സ്ട്രാ പീസ് തുണി എടുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും, കാരണം ഇത് തികയുന്നില്ലല്ലോ. ചില സമയം ഇങ്ങനെയാണ്, നമുക്ക് പീസുകളൊന്നും തികയില്ല. അങ്ങനെ വേറെ വേറെ പീസുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കേണ്ടി വരും. പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോ തന്നെ കാണുകയുമില്ല സംഭവം എന്തോരം ഉണ്ടെന്നുള്ളത്. തയ്ച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ ഇത്രയും തുണി വേണമായിരുന്നു എന്ന്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കാം. ഒരു മടക്കില് ഇങ്ങോട്ട് മടക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കണം. പോക്കറ്റും കൂടി വെച്ച് വന്നപ്പോഴാണ് തുണി തികയാണ്ടായത്. പോക്കറ്റിന് വേറെ തുണി വേണമെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, വീട്ടിലിരുന്നാണ് തയ്ക്കുന്നത്. അതനുസരിച്ച് തുണിക്ക് നമുക്ക് കടയിൽ നിന്ന് തുണി കാണുമ്പോ വേസ്റ്റ് തുണിയൊക്കെ എടുത്താൽ അങ്ങനെ വെക്കാൻ വിചാരിക്കാം. പക്ഷെ ഇത് തുണി ഇല്ല. അപ്പൊ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ മതി കേട്ടോ. ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ വേണം മടക്കി കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനെയും ഒരു മടക്ക് മടക്കിയിട്ട് വെറുതെ ഒരു തയ്യല് ഒരൊറ്റ സ്റ്റിച്ചിൽ ഇങ്ങനെ കൊടുക്കാം. ഇത് കണ്ട, ഇതിനാ ഇങ്ങനെ നമ്മൾ ഒന്നുകൂടി മടക്കാം. ചെറിയ രീതിയിലേ കിട്ടുള്ളൂ കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കറക്റ്റ് ആയിട്ട്. എന്നാ നമ്മൾ ഈ കാണഭാഗം കണ്ട അതിലിട്ടിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. നോക്കട്ടെ കൂടെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ തയ്യല്. ഇത് ഞാൻ ഒന്ന് നല്ല തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി വെക്കും. ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പീസ് ചേർത്താണെന്നൊന്നും അറിയൂല. ഇനി നമുക്ക് ഈ പാവാടക്ക് കുളത്ത് വെച്ച് കൊടുക്കാം, അല്ലാണ്ട് ഇതിലൊരു പീസ് കുളത്തുന്നത് കിട്ടൂല. ഇനി നമുക്ക് സൈഡ് തയ്ച്ചു കൊടുക്കാം.
മറിച്ച് വെച്ച് സൈഡ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് 1/2 ഇഞ്ചിൽ കൂട്ടിക്കൊടുക്കാം. നമുക്ക് താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ചെറിയ മടക്ക് മടക്കണം ഇതേപോലെ. ഇനി നമുക്ക് കുറച്ചും കൂടി വീതിയിൽ ഇത് തയ്ച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സ്കേർട്ടിന്റെ തയ്യലൊക്കെ കഴിഞ്ഞേ. ചപ്പാത്തി. എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.